ലീഡ് ബൈബിൾ സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സൗകര്യസന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ യൂട്യൂബ് ചാനലിൽ കൂടെ വോയിസ് മെയിലായിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേ ശരീരത്തിൽ ജീവിക്കുമോ എന്ന് കുറച്ച് കാര്യങ്ങൾ പറയുവാനായിട്ട് ഇടയായി. അതിൻ്റെ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ നാം പറയും. വീണ്ടും അതിനോടനുബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇതേ ശരീരത്തിൽ ജീവിക്കുമോ എന്ന് തുടർന്ന് ഉള്ള ചിന്തകളാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ധനവാന്റെയും ലാസറിൻ്റെയും കാര്യം അല്ലേ. ധനവാൻ ലാസറിനെ തിരിച്ചറിഞ്ഞു, ധനവാൻ അബ്രഹാമിനെയും തിരിച്ചറിഞ്ഞു. ഓക്കെ, ഇവര് മൂന്ന് പേരും മരിച്ചവരാണ്. മരിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു? അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചറിയാവുന്നത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ് അല്ലേ. ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ഒരു പൊതുജീവിതമുണ്ട്, ഒരു യുഗായുഗമായ വാസമുണ്ട്. ഇതെല്ലാം നമ്മളെ ബൈബിൾ പഠിപ്പിക്കുന്നു. എങ്കിലും നമ്മുടെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഇതേ ശരീരത്തിൽ ജീവിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിനെ ആസ്പദമാക്കി കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ധനവാന്റെയും ലാസറിൻ്റെയും കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല. ധനവാന് ലാസറിനെ തിരിച്ചറിഞ്ഞു. ഓക്കെ, ധനവാൻ അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു അല്ലേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിഞ്ഞു. പക്ഷെങ്കിൽ ധനവാനെ കറക്റ്റ് ലാസറിനറിയാം. അവൻ്റെ പഠിപ്പുര വാതിക്കലായിരുന്നുകൊണ്ട് അവനെ കറക്റ്റായിട്ട് അറിയാം. പക്ഷെങ്കിൽ അബ്രഹാമിനെ അദ്ദേഹം കണ്ടിട്ടില്ല. എത്ര വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാം ജീവിച്ചിരുന്ന അബ്രഹാമിനെ അവൻ കണ്ടിട്ടില്ല. അത് എങ്ങനെ തിരിച്ചറിയാമെന്ന് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരാം. ഇതിനുള്ള കാരണം, മരണം സംഭവിക്കാനുള്ള കാരണം, മരിച്ചു കഴിഞ്ഞാൽ മരണം എങ്ങനെയാണ് മനുഷ്യന് സംഭവിച്ചത് എന്ന് നമ്മൾ പഠിക്കും. മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ജീവിതം ഉണ്ടോ എന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് ശരീരത്തോടെ ജീവിക്കാൻ ഒക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ തോന്നും. അപ്പം നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പറഞ്ഞു വരാം. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് യഹോവയായ ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായം 8-9 വാക്യത്തിൽ എന്തോ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടമുണ്ടാക്കി താൻ സൃഷ്ടിച്ച മനുഷ്യനെ അവിടെയാക്കി. കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ 2 വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിരുന്നു, വളർത്തിയിരുന്നു ദൈവം. ഒന്ന് ജീവവൃക്ഷം, 2 നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. പിന്നെ ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 22-23 വാക്യങ്ങളിൽ യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്നെടുത്ത് വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവൾക്ക് നാരി എന്ന് പേര്. അപ്പം യഹോവയായ ദൈവം സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് സൃഷ്ടിച്ചു. ഒന്നാമത്തെ കാരണം മനുഷ്യനെ ആണും പെണ്ണുമായിട്ട് ഒറ്റ വ്യക്തിയാ ഉണ്ട്. അപ്പോൾ പറയുന്നത് ആണും പെണ്ണുമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ. സ്ത്രീ അവിടെ സൃഷ്ടിച്ചില്ല, മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പോൾ ഏദൻ തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം യഹോവയായ ദൈവം എന്ത് ചെയ്തു? മൃഗങ്ങളെല്ലാം അവൻ്റെ മുന്നിൽ കൂടെ കടത്തിവിട്ടു. ഇതിനെല്ലാം പേരിടുവാൻ ദൈവം പറഞ്ഞു. അത്തരം മനുഷ്യൻ അതത് തരം ജീവിയുടെ എല്ലാം പേര് അങ്ങനെ ഇട്ടു അല്ലേ. അതത് തരത്തിൻ്റെ പേരും ജാതികളുടെ പേരും എല്ലാം അതത് കറക്റ്റായിട്ട് ഇട്ടു. അപ്പോൾ നമുക്കൊരു സംശയം അവിടെ വരാം. ഈ യഹോവയായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എത്ര വയസ്സ് കാണും ഏകദേശം? നമ്മളൊന്ന് ചിന്തിക്കുവാണെങ്കിൽ മനുഷ്യന് വയസ്സില്ലാതെ ഏതെങ്കിലും പേരിടാനും, അത് കുഞ്ഞായിട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ദൈവത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നില്ലേ അല്ലേ. പാല് കൊടുക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു കുഞ്ഞിൻ്റെ ശുശ്രൂഷ മൊത്തം ദൈവം ചെയ്യേണ്ടി വന്നേ. അപ്പോൾ അതവിടെ നടന്നിട്ടില്ല.
അപ്പം ദൈവം സൃഷ്ടിച്ചത് യുവത്വമുള്ള ഒരാളെയാണ് എന്ന് പറഞ്ഞാൽ യുവാവായ ഒരാളെ, കഴിവ്, പ്രാപ്തി, വിവേകം, ബുദ്ധി എല്ലാം അവനിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഏകദേശം നമുക്ക് പറയുവാണെങ്കിൽ അങ്ങനത്തെ ഒരു വ്യക്തി അല്ലായിരുന്നുവെങ്കിൽ ഈ മൃഗങ്ങൾക്കും ഇതിനെല്ലാം പേരിടാൻ പറ്റത്തില്ല. അതെ, കഴിയത്തില്ല. അപ്പോൾ നമ്മൾക്ക് അതിന് സകല മൃഗങ്ങൾക്കും പേരിടുവാൻ തക്കവണ്ണം മനുഷ്യന് ബുദ്ധി ദൈവം കൊടുത്തിരുന്നു. അപ്പോൾ അവൻ്റെ പ്രായം ഏകദേശം ഒരു കണക്കൂട്ടിൽ എന്തായാലും 20 മേളിലുണ്ട്. നല്ലൊരു അറിവ് വരണമെന്നുണ്ടെങ്കിൽ 20 മേളിലുണ്ട്. അതേപോലെ അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തായാലും 20 വയസ്സിന് മേളിലുണ്ട്. നമുക്ക് മനുഷ്യൻ്റെ വയസ്സ്, ആദാമിൻ്റെ വയസ്സ് ബൈബിളിൽ പറയുന്നുണ്ട്. ആദാമിന് എത്ര വർഷക്കാലം ജീവിച്ചിരുന്നു? അപ്പം 930 സംവത്സരം അല്ലേ ആദാം ജീവിച്ചിരുന്നത്. അതെ, അപ്പോൾ നമ്മളൊന്ന് കണക്ക് കൂട്ടുവാണെങ്കിൽ 30 വർഷം ഇദ്ദേഹത്തിൻ്റെ പുറകിലുള്ള വയസ്സാണ്. അദ്ദേഹം ജീവിച്ചിരുന്നത് 900 വർഷമേ ഉള്ളൂ. മനസ്സിലായി, 900 വർഷമേ അബ്രഹാം ജീവിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ 30 വയസ്സിലാണ് അവൻ്റെ ജനനം എന്ന് പറയുന്നത്. അതിനൊരു കാരണം കൂടെ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ പരസ്യ ശുശ്രൂഷ എപ്പോഴാണ് ആരംഭിച്ചത് ഏകദേശം 30 വയസ്സിലല്ലേ. 30ാമത്തെ വയസ്സിലാണ് കർത്താവായ യേശു ക്രിസ്തു പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത്. എന്ന് പറഞ്ഞാൽ നിത്യ യൗവനത്തിൽ എല്ലാത്തിനും അറിവുണ്ട്. പരീക്ഷിക്കപ്പെട്ടാൽ എങ്ങനെ നിൽക്കണമെന്ന് അവൻ അറിയണം. സാത്താൻ പരീക്ഷിക്കപ്പെട്ടാൽ എങ്ങനെ നിൽക്കണമെന്ന് അവൻ അറിയാം. അതിൽ 30 വയസ്സെന്ന് പറയുമ്പോൾ ഏകദേശം 10 ആയ സമയമാണ്. അപ്പോൾ നല്ല സമയം, അതായത് അബ്രഹാം നമ്മുടെ മനുഷ്യൻ്റെ വയസ്സെന്ന് പറയുന്നത് 30 ആ പ്രായം അല്ലേ. ഏകദേശം 30 നമുക്ക് കണക്കൂടാം. കർത്താവ് യേശു ക്രിസ്തുവായിട്ട് പഠിക്കുമ്പോൾ 30 വയസ്സ്. ഈ 30 വയസ്സിന് അഥവാ ശിശുവായിരുന്നു ജനിച്ചെങ്കിൽ ദൈവത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അപ്പോൾ അതൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി. പിന്നെന്തോ ചെയ്തു? മനുഷ്യന് തക്കതായ ഒരു തുണയെ എന്തോ ചെയ്തു? ഇതിനകത്തൊന്നെങ്ങും, അതായത് ഈ കീഴ ജന്തുക്കളിൽ നിന്നും ഒന്നിനും ഒരു തുണയെ കണ്ടെത്താതെ വന്നപ്പോൾ ദൈവം അവനൊരു ഉറക്കം കൊടുത്തു, ഗാഠനിദ്ര കൊടുത്തു എന്നല്ലേ. ഗാഠനിദ്ര അല്ലേ, ഗാഠനിദ്ര കൊടുത്തിട്ട് എന്ത് ചെയ്തു? അവൻ്റെ വാരിയിൽ ഒന്നെടുത്ത് മാംസവും അസ്ഥിയും അവൻ്റെ വാരിയലിൻ്റെ അസ്ഥിയും മാംസവും എടുത്ത് പിടിപ്പിച്ച ഒരു സ്ത്രീ രൂപമാക്കി തീർത്തു അല്ലേ. സ്ത്രീ രൂപമാക്കി തീർത്തു. അവൾക്ക് മനുഷ്യനിൽ നിന്ന് ജനിച്ചുകൊണ്ട്, നരനിൽ നിന്ന് ജനിച്ചുകൊണ്ട് നാരി എന്ന പേര്, അന്നേരത്തെ ഒരു പേര് കൊടുത്തു. ഓക്കെ, അത്രയും സംഭവം അവിടെ കറക്റ്റാണ്. പിന്നെ നമുക്ക് കാണുന്നത് ഈ സ്ത്രീയെ പാമ്പ് പരീക്ഷിക്കും. എന്തുകൊണ്ടാണ് ഈ മനുഷ്യനായ ആദാമിനെ പാമ്പ് പരീക്ഷിക്കാഞ്ഞത്? ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, പാമ്പ് മനുഷ്യനെ പരീക്ഷിക്കാൻ ഒക്കത്തില്ല. കാരണം വെച്ചാൽ അവൻ വിവേകമുള്ളവനാണ്, ബുദ്ധിയുള്ളവനാണ്. തക്ക മറുപടി കൊടുക്കാൻ ആദാമിന് കഴിയും. സൃഷ്ടിപ്പു അത് തന്നെയല്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഠിക്കുമ്പോൾ 30ാമത്തെ ദിവസം പരസ്യശുശ്രൂഷ തുടങ്ങി ഉപവാസം കഴിഞ്ഞ് പോകുമ്പോഴാണ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ സാത്താനെ വിജയിച്ച ഒരാളും കൂടാണ് യേശു ക്രിസ്തു അല്ലേ. പരീക്ഷയിൽ വിജയിച്ച ഒരാളാണ്. അങ്ങനെയെങ്കിൽ ആദാമിനെ പരീക്ഷിക്കാൻ പാമ്പിനൊക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവൻ വിജയിക്കും. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് പാമ്പിനറിയാം. അപ്പോൾ അതിന് പാമ്പ് ആരെയാണ് തിരഞ്ഞെടുത്താൽ? സ്ത്രീയെ തിരഞ്ഞെടുക്കാൻ മെയിൻ കാരണം മനുഷ്യൻ്റെ വാരിയലെടുത്താണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. അതിൻ്റേതായിട്ടുള്ള ബലഹീനതകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വശീകരിക്കാൻ പറ്റുന്നത് സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീയെ വശീകരിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കുമെന്ന് പാമ്പിനറിയാം. അതുകൊണ്ട് സ്ത്രീയെ വശീകരിച്ച് തോട്ടത്തിലെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ പാമ്പിനായി പരീക്ഷിക്കപ്പെട്ട പാമ്പ് പരീക്ഷയിപ്പോൾ ചോദിക്കുന്നുണ്ട്, തോട്ടത്തിലെ ഏതൊക്കെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാം. അപ്പം പ്രത്യേകം പറയുന്നുണ്ട്, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നുകയോ തൊടുകയും അരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ തൊടുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത്ര കണ്ടീഷനായിട്ട് വെച്ചിരിക്കുക അല്ലേ. ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ അത് ഒരു കാരണവശാലും തൊടുകയോ ഒന്നും ചെയ്യരുത്. പക്ഷെങ്കിൽ പാമ്പ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഒന്നും സംഭവിക്കത്തില്ല, മരിക്കത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നല്ലേ പറഞ്ഞു. ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞു.
5-ാം വാക്യത്തിൽ ദൈവത്തെ പോലെ ആകും. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറയും. കാണുവാൻ ഭംഗിയുള്ളതും ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്ന സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. അപ്പം നമ്മൾ ആദ്യം ചെയ്തത് പാമ്പ് സ്ത്രീക്ക് പഴം പറിച്ചു കൊടുത്തു. അപ്പം പഴം തിന്നു അല്ലേ? ആദ്യം ആരാ തിന്നേ? സ്ത്രീ തിന്നു. സ്ത്രീ തിന്നു കഴിഞ്ഞിട്ട് എന്ത് പറ്റി? സ്ത്രീക്കൊന്നും പറ്റിയില്ല അല്ലേ? സാധാരണ പഴം തിന്നു കഴിഞ്ഞാൽ ഒന്നിൽ അവരുടെ ദൈവതേജസ് നഷ്ടപ്പെടണം, അവിടെ ദൈവതേജസ് നഷ്ടപ്പെടണം, അല്ലെങ്കിൽ നഗ്നതയാകണം, അവരുടെ കണ്ണ് തുറക്കണം. ഇത് ഒരു പരിപാടിയും ഈ പഴം തിന്നത് മൂലം സംഭവിച്ചിട്ടില്ല. അഥവാ സംഭവിച്ചായിരുന്നെങ്കിൽ ഈ ആദാമിന്റെ കയ്യിൽ ഈ പഴം കൊണ്ട് കൊടുത്തായിരുന്നെങ്കിൽ ഹവ്വ ഈ ആദാമിന്റെ കയ്യിൽ ഈ പഴം കൊണ്ട് കൊടുത്താൽ ഒരു കാരണവശാലും തിന്നത്തില്ല. എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ആദാം പറഞ്ഞിട്ട് നിനക്കെന്തോ പറ്റിയല്ലോ, നീ പഴം തിന്നു കഴിഞ്ഞപ്പോൾ നിന്റെ നഗ്നത എനിക്ക് കാണാം, അതുകൊണ്ട് എനിക്ക് ഈ പഴം വേണ്ടെന്ന് പറഞ്ഞേനെ അല്ലേ? അപ്പം യഥാർത്ഥമായിട്ട് ഈ പഴം ഹവ്വ തിന്നു കഴിഞ്ഞപ്പോൾ, അഥവാ സ്ത്രീ തിന്നു കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും അവർക്ക് ഒന്നും സംഭവിച്ചില്ല, ഒരു മാറ്റവും സംഭവിച്ചില്ല അല്ലേ? ആ മാറ്റം സംഭവിക്കാതിരുന്നുകൊണ്ടാണ് ആദാമിൻ്റെ കയ്യിൽ അഥവാ മനുഷ്യൻ്റെ കയ്യിൽ ഈ പഴം കൊണ്ട് സ്ത്രീ അഥവാ ഹവ്വ കൊണ്ട് കൊടുത്തത് അല്ലേ? കറക്റ്റ്. അപ്പം ഹവ്വ പഴം കൊണ്ട് ആദാമിന് കൊടുത്തു, ആദാമും കഴിച്ചു. മനുഷ്യൻ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇരുവരുടെയും കണ്ണുകൾ തുറക്കുന്നത്. ഇരുവരുടെയും കണ്ണ് ഒരേ സമയത്താണ് തുറക്കുന്നത്. അതന്നെ, ഇരുവരുടെയും കണ്ണ് തുറക്കുന്നത് ഒരേ സമയത്ത് തുറന്നത്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. എന്തുകൊണ്ടാണ് ഒരേ സമയത്ത് ഇരുവരുടെയും കണ്ണ് തുറന്നത്? ഒന്ന്, കണ്ണ് തുറക്കണമെങ്കിൽ എങ്ങനെയാന്ന് നോക്കും. ഇരുവരുടെയും കണ്ണ് തുറന്നില്ലേ? ഇരുവരുടെയും കണ്ണ് തുറന്ന് തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. അപ്പം അവിടെ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പൊ ആ ഇരുവരും തിന്നു കഴിഞ്ഞപ്പോഴേ രണ്ടുപേരും തിന്നു. ഒന്ന് മുന്നേ തിന്നു, അത് കഴിഞ്ഞിട്ട് ആദാമിനോട് കൊടുത്തത്. പക്ഷെ അതുവരെ ഒന്നും സംഭവിച്ചില്ല. ഈ രണ്ടുപേരും തിന്നു കഴിഞ്ഞപ്പോഴാണ് അവരെ നഗ്നരാണെന്നും തിരിച്ചറിഞ്ഞു. അവരുടെ കണ്ണ് തുറന്നു. ഒന്ന് കണ്ണ് തുറന്നു, അത്ര നാളും കണ്ണടഞ്ഞിരിക്കുമായിരുന്നു. അല്ല, അവരുടെ ആത്മീയ കണ്ണ് അത് അവിടെ നിൽക്കട്ടെ, ആ ഒരു പദം അവിടെ നിൽക്കട്ടെ. അപ്പം ആദ്യം സ്ത്രീ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് സ്ത്രീ ഒന്നും അറിയുന്നില്ല. പക്ഷെ ഭർത്താവും കഴിച്ചു കഴിഞ്ഞു, രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ നഗ്നരാന്ന് അറിയുന്നതും പിന്നെ കണ്ണുകൾ തുറക്കുന്നതും. അപ്പൊ അതിനകത്തൊരു കാരണമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതാണ് അല്ലേ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യപ്രകാരം മനുഷ്യനെ ദൈവത്തെ പോലെ തന്നെ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ച് സൃഷ്ടിച്ച ഒരാളാണ്. അപ്പം ദൈവത്തിന്റെ സ്വന്തം രൂപം തന്നെയാണ് അല്ലേ? പക്ഷെ സ്ത്രീ സ്വന്തം രൂപമല്ല, ദൈവത്തിന്റെ സ്വന്തം രൂപമല്ല. കാരണം എന്താ വെച്ചാൽ പുരുഷനിൽ നിന്ന്, പുരുഷന്റെ വാരിയലെടുത്താണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. മാംസവും വെച്ച് പിടിപ്പിച്ച് സ്ത്രീയെ ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്ന് തെറ്റ് ചെയ്തപ്പോൾ, അഥവാ ഹവ്വ പാപം ചെയ്തു, പാപം എന്ന് പറയാൻ ഒക്കത്തില്ല, ഫലം തിന്നപ്പോൾ അല്ലേ? അവളുടെ കണ്ണ് തുറക്കണമെങ്കിൽ ആദാമൂടെ കഴിച്ചു കഴിഞ്ഞാലേ കണ്ണ് തുറക്കാൻ ഒക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ആദാമിൻ്റെ ശരീരത്തിൻ്റെ ബാക്കിയാണ് ഹവ്വ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മനുഷ്യൻ അല്ല സ്ത്രീ അല്ലേ? ആദാമിൽ നിന്ന് എടുത്തുകൊണ്ട് ആദാമൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പാപത്തിൻ്റെ പൂർണ്ണത, അല്ലെങ്കിൽ ആ ഫലം എന്ത് കഴിച്ചാലും അതിന് തൃപ്തി വരണമെന്നുണ്ടെങ്കിൽ ആദാമൂടെ കഴിക്കണം. പറഞ്ഞ മനസ്സിലായി? ആദാമൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു പൂർണ്ണതയാകത്തുള്ളൂ, ഒരു തെറ്റിൻ്റെ പൂർണ്ണതയാകത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അഥവാ ആദാം പാപം ചെയ്യത്തില്ല എന്ന് ദൈവത്തിന് അറിയാം. കാരണം എന്ന് വെച്ചാൽ അവനെ വിവേകപൂർവ്വം ആ ദൈവം സൃഷ്ടിച്ചത്. സ്ത്രീയെ അങ്ങനല്ല, മനുഷ്യനിൽ നിന്ന് സൃഷ്ടിച്ചത് അറിയാം. അതുകൊണ്ടാണ് സാത്താൻ അല്ലെ പാമ്പ് അവനെ വന്ന് വശീകരിക്കായിരുന്നു. സ്ത്രീയെ വശീകരിച്ച് ഇവനിലൂടെ സ്ത്രീ കഴിച്ചു കഴിഞ്ഞാൽ അവക്കൊന്നും പറ്റത്തില്ല. പക്ഷെങ്കിൽ അതിന്റെ പൂർണ്ണത വരണമെങ്കിൽ പുരുഷനും കഴിക്കണം. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അത് കണ്ണു തുറക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? അവർക്ക് ഇലയൊക്കെ ഉണ്ടാക്കി അവർ ഉടുപ്പൊക്കെ തയ്ച്ചു. പക്ഷെ എന്തൊരു ആയിക്കോട്ടെ, അത് വെയിൽ അടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി. വൈകിട്ടായപ്പം യഹോവയായ ദൈവം വന്നു,
മനുഷ്യനെ വിളിച്ച് നീ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒളിച്ചിരിക്കാൻ യാതൊരു നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു എന്ന് ചോദിച്ചു. അതാ അത് അതിന് ഒരു കാര്യമുണ്ട്. നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ, നഗ്നനാണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവനെങ്ങനെ മനസ്സിലായി ഞാൻ നഗ്നനാണ്? ഈ നഗ്നതയ്ക്ക് മുമ്പേ അവർക്ക് രണ്ടുപേർക്കും കാണാറുണ്ടല്ലോ, തിരിച്ചറിയാറുണ്ടല്ലോ. ഇത് മനുഷ്യനാണ്, ഇത് സ്ത്രീയാണ് എന്ന് തിരിച്ചറിയാറുണ്ട്. നഗ്നതയായിട്ടും അഥവാ ഈ പഴം തിന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് തിരിച്ചറിയാം, രണ്ടുപേർക്കും തിരിച്ചറിയാം. ഓക്കെ, പിന്നെ നിന്നോട് നഗ്നരാണെന്ന് ആര് പറഞ്ഞു? ഈ പഴം കഴിക്കുന്നതിന് മുമ്പ് ഇവര് നഗ്നരാണോ? അല്ല, ഈ നഗ്നരാണ് നിന്നോട് ആർ പറഞ്ഞു എന്നാ ദൈവം ചോദിക്കുന്നത്. ആർ പറഞ്ഞു? നമുക്ക് തന്നെ തോന്നി. ഈ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിന്റെ ഒരു ഫലം കഴിച്ചു കഴിഞ്ഞാൽ കണ്ണുകൾ തുറക്കുമെന്നാ പറഞ്ഞു. കണ്ണ് തുറക്കുമ്പോൾ കാഴ്ചശക്തി കൂടി, ലോകത്തേക്കുള്ള കണ്ണുകൾ തുറന്നു. നേരത്തെ ഉണ്ടായിരുന്ന കണ്ണുകൾ ദൈവത്തിലേക്ക് മാത്രമുള്ള കായികനികൾ ഭക്ഷിപ്പാനും തോട്ടം നോക്കാനും അവരെ ആ തോട്ടം സൂക്ഷിപ്പാനും വേല ചെയ്യുവാനും. സത്യം പറഞ്ഞാൽ ഇവരെ ഏൽപ്പിച്ചത് വേല ചെയ്യുവാനും തോട്ടം സൂക്ഷിപ്പാനുമാണ്. ഇവർ ആവശ്യമില്ലാത്ത പരിപാടി എന്തിനാ ചെയ്യാൻ പോയത്? വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ പോയതുകൊണ്ടല്ലേ ഇവർ നഗ്നരായത്. അപ്പോൾ കാഴ്ച മാറിപ്പോയി. ഓക്കെ, കാഴ്ച നന്മതിന്മയെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിന്റെ കായ് തിന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും നഗ്നരായി. ദൈവം ചോദിച്ചു, നിന്നെ നഗ്നരാണെന്ന് പറഞ്ഞു. ആരാണെന്ന് ചോദിച്ചു, വിളിച്ചു. ഭയപ്പെട്ട് ഒളിച്ചിരിക്കുമായിരുന്നു അല്ലേ? വിളിച്ചിരുന്നു. തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷഫലം നീ തിന്നുവോ എന്ന് അവൻ ദൈവം ചോദിച്ചു. അപ്പോൾ ദൈവം ചോദിക്കാൻ ഒരു കാരണം, ദൈവത്തിനറിയാം ഈ തിന്നതുകൊണ്ടാണ് ഇവർ നഗ്നരായത്. ഇവർക്ക് ബോധ്യമുണ്ടായത്. ഒന്ന്, നന്മതിന്മകളെ കുറിച്ച് അറിയുവാനുള്ള ഒരു കഴിവ് ദൈവത്തിനുള്ളായിരുന്നു. നന്മ തിന്മകളെ കുറിച്ച് അറിയുവാനുള്ള വൃക്ഷത്തിന്റെ ഫലം ഉണ്ട്. അത് നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം അങ്ങനെ കഴിവുള്ള ഒരാളെ ഉള്ളായിരുന്നു, ദൈവം ഉള്ളായിരുന്നു. അപ്പൊ ഇവരൂടെ മനസ്സിലാക്കി, അഥവാ ആദാമും ഹവ്വയും മനസ്സിലാക്കി ഈ വൃക്ഷഫലം മനസ്സിലാക്കിയതുകൊണ്ട് ദൈവത്തിന് മനസ്സിലായി ഇവർ ഈ വൃക്ഷഫലം തിന്നതുകൊണ്ടാണ്. അപ്പം വീണ്ടും അതിനകത്ത് പറയുന്ന സ്ത്രീ ഫലം തന്നു, പാമ്പ് എന്നെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞു. അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ ഉൽപ്പത്തി 3:22 മുതൽ 24 വരെ വായിച്ചിരുന്നു. യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. അവിടെ നിന്ന് യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ. നമ്മിൽ എന്ന് പറയുമ്പോൾ അതൊരു ബഹുവചനം അല്ലേ, ഏകവചനമല്ല, ഒരു ബഹുവചനം. നമ്മിൽ അതൊരു വേറൊരു വിഷയമാണ്. അത് പിന്നെ പുറകാരം നമുക്ക് ചിന്തിക്കാം. നമ്മിൽ എന്നുള്ളത് അവിടെ ഒരു വ്യക്തിയല്ല, വ്യക്തികളുണ്ട് അല്ലേ. അപ്പോൾ നമ്മിൽ ഒരുത്തനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതേ എന്ന് കൽപ്പിച്ചു. അപ്പോൾ എന്തുവാ, ഇനി ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് വൃക്ഷം അതിനകത്ത്. വൃക്ഷഫലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, എല്ലാ വൃക്ഷങ്ങളും. പക്ഷേ 2 വൃക്ഷഫലമാണ് അതിനകത്തുണ്ട്. ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. നടുവിൽ 2 വൃക്ഷമുണ്ട് അല്ലേ. ഒന്നിന്റെ തിന്നു. പക്ഷെങ്കിൽ അവർ സത്യത്തിൽ ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുമായിരുന്നെങ്കിൽ ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു അല്ലേ. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുമായിരുന്നെങ്കിൽ അവർ ജീവിതത്തിൽ ഒരിക്കലും മരിക്കത്തില്ലായിരുന്നു. പക്ഷെ സാത്താൻ ഇതറിയാം. സാത്താനല്ല, പാമ്പിന് ഇതറിയാം അല്ലേ. സാത്താൻ പറയുന്നത് പാമ്പിന് ഇതറിയാം. അപ്പോൾ പാമ്പ് അവരോട് തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിന്റെ ഫലവും ഈ 2 ഉണ്ട്. അതിനകത്ത് ജീവവൃക്ഷത്തിന്റെ ഫലവുമുണ്ട്, നന്മതിന്മകളെ കുറിച്ച് അറിയാം, മരണം സംഭവിക്കുന്ന ഫലമുണ്ട്. അപ്പോൾ പാമ്പ് അവരോട് പറഞ്ഞത് ഈ മരണം സംഭവിക്കാനുള്ള വൃക്ഷത്തിന്റെ ഫലമാണ് പറഞ്ഞു കൊടുത്തത്. ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നായിരുന്ന ഒരു കാരണവശാലും അവർ മരിക്കത്തില്ല. ഈ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ മരിക്കത്തില്ലെന്ന് പറയുന്ന പോലെ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മരിക്കത്തില്ല. അപ്പോൾ ഒരു നിത്യത പോലും ഇല്ല അല്ലേ. അപ്പോൾ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കാൻ തക്കവണ്ണം എന്തോ ദൈവം അവരെ ഏതിൽ നിന്ന് പുറത്താക്കി അല്ലേ. അവരെ 2 പേരെ ഏതിൽ നിന്ന് പുറത്താക്കി. ഓക്കെ, ഏതിൻ്റെ അകത്ത് വെച്ച് പാപമില്ല ഉണ്ടോ? ഏതിൻ്റെ തോട്ടത്തിൻ്റെ അകത്ത് വെച്ചാണ് പാപം ചെയ്തത്. അത്രയും നാളും പാപമില്ല. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരെ ഏതിൽ നിന്ന് പുറത്താക്കി. അപ്പം പാപം ചെയ്തപ്പോൾ ഒരു മരണം സംഭവിച്ചു, അവരെ ഏതിൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അല്ലേ. അന്നല്ലേ വായിക്കുന്നത്. ഇങ്ങനെ അവർ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു. ജീവന വൃക്ഷത്തിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതിനിൽ തെരുവുകളെ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അപ്പം ഒന്ന് അവിടെ എന്തോ ചെയ്തു,
അവരേതെങ്കിലും പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞാൽ ഇവര് പിന്നെ വീണ്ടും അതിനകത്ത് കയറുമെന്ന് ദൈവത്തിന് അറിയാം. ദൈവത്തിന് അറിയാമെന്നല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ജീവന്റെ വൃക്ഷം അവിടെ നിൽക്കുകയല്ലേ, ഒരു വൃക്ഷഫലം കൂടെ ഉണ്ടല്ലോ, 2 വൃക്ഷഫലം അവിടെ വൃക്ഷമുണ്ട്. അതിൽ ഒരെണ്ണത്തിനെ മാത്രമേ തിന്നുള്ളൂ. ഒരെണ്ണം തിന്നപ്പോൾ അവർ മരണം സംഭവിച്ചു അല്ലേ എന്ന് പറഞ്ഞാൽ പാപത്തിന് അധീനമായി. പാപത്തിന്റെ ശമ്പളം മരണം അത്രയെന്ന് പറയുന്നു. അപ്പം പാപത്തിൽ വീണപ്പോൾ മരണം അവർക്ക് സംഭവിച്ചു. മരണം സംഭവിച്ചു. ആ മരണം സംഭവിച്ചപ്പോൾ വീണ്ടും മരിക്കാതിരിക്കേണ്ടതിന് ഒരു വൃക്ഷം കൂടെ ഉണ്ട് അവിടെ, ജീവവൃക്ഷം. അപ്പം അവർക്കും അറിയാം, ദൈവത്തിനും അറിയാം. ദൈവം ഉടനെ എന്തോ ചെയ്തു, ഈ വൃക്ഷഫലം പറിച്ച് ഇവന്മാർ തിന്നുമെന്നറിയാം. ആദാം തിന്നു. ആദാമിന് ബുദ്ധിയും ബോധവും ഉള്ളവനാണ്. അപ്പം ദൈവത്തിനറിയാം തീർച്ചയായിട്ടും അവന് ഈ ഒരു വൃക്ഷഫലം കൂടെ തിന്നുവാണ്. അതുകൊണ്ട് അവരെ ഏതിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല, പുറത്താക്കിയാൽ കയറാം, ഏതിനോട്ട് കയറാം. പേര് കെട്ടി എന്ന് പറഞ്ഞാൽ പേര് ചാടിച്ച് കയറത്തില്ലേ. പക്ഷെ എന്തോ ഇതും കെരൂബുകളെ, അങ്ങനെ വായിച്ച് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയുമായി നിർത്തി. അന്നേരം ഒരു കാരണവശാലും അതിനകത്ത് കയറാൻ പാടില്ല, കയറ്റാൻ കയറത്തില്ല. അപ്പം ഈ ഒരു സംഭവം, ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ഈ മനുഷ്യനെയും മനുഷ്യത്തെയും അല്ലേ, സ്ത്രീയെയും പുരുഷനെയും രണ്ടുപേരും പുറത്താക്കി അല്ലേ. പുറത്താക്കി കഴിഞ്ഞാൽ കയറും. പക്ഷെ അവര് കെരൂബുകളെ നിർത്തി അല്ലേ. കെരൂബുകളെ നിർത്തിയിട്ട് വാളിന്റെ ജ്വാല എന്ന് പറയുമ്പോൾ നല്ല അഗ്നിയായിട്ടുള്ള വാള് കൊണ്ട് ഇതിന്റെ ചുറ്റും നിർത്തി. ഒരു കാരണവശാലും ഇനി അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ട്. ഇവർക്ക് വീണ്ടും ഈ ഏദൻ തോട്ടത്തിലേക്ക് കയറണം അല്ലേ. നമ്മളൊരു വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കുറച്ച് നാൾ ബാങ്കുകാരോ പലിശക്കാരോ ഒക്കെ വന്നു വെച്ച് നമ്മളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അത് ലോൺ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം നൽകി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു തരേണ്ടതല്ലേ. ഇതിപ്പം പഴം തിന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇവർ പാപം ചെയ്തപ്പോൾ ഇനി ഒരു ജീവവർഷത്തിൻ്റെ ഫലം കൂടെ അവിടെ നിൽപ്പുണ്ട് അല്ലേ. ജീവവർഷത്തിൻ്റെ ഫലം കൂടെ നിൽക്കുമ്പോൾ ഈ ജീവവർഷത്തിൻ്റെ ഫലം തരണമെന്നുണ്ടെങ്കിൽ ഇനി ഇവർക്ക് അകത്ത് കയറണം അല്ലേ. ഈ ജീവവർഷത്തിൻ്റെ ഫലം തരണമെങ്കിൽ ഇവർക്ക് അകത്ത് കയറണം. ഇപ്പോൾ അകത്ത് കയറാത്ത രീതിയിൽ ഇവരെ മതിൽ കെട്ടി സൂക്ഷിച്ച് ഇവരെ വെളിയിൽ വിട്ടിരിക്കുക അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരനുഭവം കൂടെ ഉണ്ട്. മരിച്ചു കിടക്കുക ഇപ്പോൾ, അതായത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ഒരു മരിച്ചു അല്ലേ. അതാണ് ഏദൻ തോട്ടത്തിൽ ഏകദേശം നമുക്ക് നോക്കുവാണെങ്കിൽ ഏകദേശം ഈ മനുഷ്യനും സ്ത്രീയും എത്ര വർഷം ഏകദേശം അതിനകത്ത് താമസിക്കുന്നുള്ളൊരു കണക്ക് പറയാം. എൻ്റെ ഒരു അനുമാനത്തിൽ പറയുവാണെങ്കിൽ, അനുമാനത്തിലല്ല ദൈവവചനത്തിലെ ഒരു ശരിക്ക് പഠിക്കുവാണെങ്കിൽ, യഹോവയായ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ ഒരു കാലഘട്ടം വരുന്നു അല്ലേ. യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷ ആരംഭിക്കുന്ന 30-ാമത്തെ വയസ്സിൽ മരിച്ച് അടക്കപ്പെടുന്ന ഒരു സമയം എത്ര വർഷത്തെ ഗ്യാപ്പുണ്ട്? ഏകദേശം 3.5 വർഷം അല്ലേ. 3.5 വർഷം കൊണ്ടാണ് യേശുക്രിസ്തു പരശുശ്രൂഷ ചെയ്ത് അവസാനിപ്പിച്ച് മരണമടഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുന്നത്. അതവിടെ 3.5 വർഷം. അപ്പോൾ ഒരു യേശുക്രിസ്തുവായിട്ടൊരു താരതമ്യം ചെയ്യുവാണെങ്കിൽ ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വായും അഥവാ മനുഷ്യനും സ്ത്രീയും താമസിച്ചത് ഏകദേശം ഒരു 3.5 വർഷം. 3.5 വർഷം എന്ന് പറയുമ്പോൾ പരശുശ്രൂഷ കാലം, അത് കഴിഞ്ഞ് മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേൽക്കും അല്ലേ. അപ്പോൾ ഈ മരണം ഇവർക്ക് സംഭവിച്ചു. ഇനി ഇവർക്ക് മരിച്ചു കഴിഞ്ഞാൽ ഇനി ഉയർത്തെഴുന്നേൽപ്പുണ്ടോ അല്ലേ. ഇല്ലെങ്കിൽ ഇവർക്ക് വീണ്ടും ഇതിനകത്ത് ഏദൻ തോട്ടത്തിൽ കയറണം. അപ്പോൾ അതിനകത്തൊരു ആശയം കൂടെ പറഞ്ഞുതരാം. ഏദൻ തോട്ടം എന്ന് പറയുന്നത് ഇനിയും വരുവാനുള്ള ഭാവിയിലുള്ള ജീവിതം എന്ന് പറയുന്നത് ഏദൻ തോട്ടത്തിൽ തന്നെയാണ്. അതായത് നമ്മൾ പറയും യുഗായുഗമായി വസിക്കുന്ന കർത്തനോട് നമ്മുടെ ന്യായവിധിയൊക്കെ കഴിഞ്ഞ് ഇനിയും നമുക്ക് പറയാനുണ്ട്, ന്യായവിധിയെക്കുറിച്ചും പറയണം. അതൊരു വേറൊരു എപ്പിസോഡായിട്ട് പറയാം. അപ്പം യുഗായുഗമായി വസിക്കുന്ന ഒരു കാലമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കിരീടങ്ങളൊക്കെ പ്രാപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ഏദൻ തോട്ടത്തിൽ തന്നെയാണ് പാർക്കുന്നത്. ഒന്ന് നമുക്ക് അതിനകത്ത് ധനവാനെ കുറിച്ച് പറയുമ്പോൾ ധനവാന് എവിടെ പോയത്? പാതാളത്തിൽ യാതനാ സ്ഥലത്താണ്. അപ്പം പാതാളത്തിൽ യാതനാ സ്ഥലമാണ് അല്ലേ. അവിടുന്ന് അദ്ദേഹം മുകളിലോട്ട് നോക്കി അല്ലേ. മുകളിലോട്ട് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുന്ന അബ്രഹാമിൻ്റെ മടിയിൽ ലാസറിനെ കണ്ടു. അപ്പം അവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഭൂമിയിലേ കാണത്തുള്ളൂ, സ്വർഗം മുകളിലാണ് അല്ലേ. പാതാളത്തിൽ നേരെ നോക്കിയാൽ സ്വർഗം കാണത്തില്ല, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഭൂമിയുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭൂമിയിൽ വസിക്കുമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ തിരിച്ചറിയാമെന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയാമെന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ഏദൻ തോട്ടത്തിൽ വീണ്ടും
മനുഷ്യവർഗം പാർക്കണം എന്ന് പറഞ്ഞാൽ ഇവരെ വാളിൻ്റെ അഗ്നിയാൽ ചുറ്റപ്പെട്ട ഈ ഏദൻ തോട്ടത്തിലേക്ക് വീണ്ടും ഇവർക്ക് കയറണം, അല്ലേ? അതല്ലേ ഒരു സത്യാവസ്ഥ, അതല്ലേ? എല്ലാ ചരിത്രങ്ങളും പശ്ചാത്തലങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരും, നമ്മളെ ചേർക്കാൻ വരും, ഇതെല്ലാം പറയുമ്പോൾ ഇതിനകത്തൊരു കാര്യം, ഇവരും ഇപ്പം മരിച്ചു കിടക്കും, ഈ ആദാം ഹവ്വായി അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും. അപ്പം മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതും തൊട്ടിന്ന് പുറത്താക്കിയപ്പോൾ ഇവർ മരണാവസ്ഥയായി, അല്ലേ? അപ്പോൾ അങ്ങനെ ഇവർ ഒരു മരണാവസ്ഥ ഇവിടെ കിടക്കണം. ഇവർക്ക് ഇനി ഒരു രക്ഷ വേണം, അല്ലേ? മനുഷ്യവർഗത്തിന് ഒരു രക്ഷ വേണം. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, നമ്മിൽ ഒരുവനെ പോലെ. അപ്പം ഒന്ന് ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്, ദൈവത്തിന് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ചെയ്യാനുണ്ടായിരുന്നു. എന്താണ്? ഇവരെ അന്ന് രക്ഷിക്കാമായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പ് മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്, ദൈവിക പദ്ധതി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുക, ജീവജാലങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ഒറ്റ പദ്ധതി ഉണ്ടായിരുന്നു. ആ ദൈവത്തിന് വീണ്ടും മനുഷ്യനെ രക്ഷിക്കാനുള്ള പദ്ധതി ഇല്ലായിരുന്നു. പദ്ധതി ഉണ്ട്, അതിന് വേറെ ഒരാളെ വേണം. അതാണ് അവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്, നമ്മിൽ ഒരുവിനെ പോലെ. അപ്പം നമ്മളല്ല, വേറെ ഒരാൾ കൂടെ ഉണ്ട്, അല്ലേ? നമ്മിൽ എന്ന് പറയുമ്പം ബഹുവചനമാണ്. അപ്പോൾ അത് പിന്നെ നമുക്ക് ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീയെല്ലാം പുറത്താക്കി, മനുഷ്യനെ പുറത്താക്കി. അത് കഴിഞ്ഞിട്ടാണ് അവർ ഗർഭം ധരിച്ച് മക്കളെ പ്രസവിക്കുക. അതായത് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനാണ് പാപം ഉടലെടുത്തത് ഏദൻ തോട്ടത്തിൽ ആണെന്ന് പറഞ്ഞാലും അവരെ പുറത്താക്കിയതിന് ശേഷമാണ് പാപത്തിൻ്റെ ഉള്ള കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി, അല്ലേ? പാപത്തിൽ മരിക്കപ്പെട്ടത്. അപ്പോൾ അവർ മരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ മരിച്ചാൽ വീണ്ടും ഇതേ ശരീരത്തിൽ ജീവിക്കുമെന്നുള്ളത് കൂടെ നമുക്ക് തെളിയിക്കണമല്ലോ, അല്ലേ? ജീവിക്കത്തില്ലെന്ന് പറഞ്ഞില്ല, ജീവിക്കും എന്നാണ് ലാസറിൻ്റെയും ധനവാന്റെ സംഭവ ചരിത്രം പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് അതിന് ആസ്പദമായിട്ട് ഒരു വാക്യം വായിക്കാം. ദാനിയേൽ പോലെ 12-ാം അധ്യായം, ഓക്കെ? 12-ന്റെ 13. നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ അതിനകത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഇത് നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷയിലൊക്കെ എല്ലാവരും പുരുഷന്മാരെല്ലാം ദൈവവചനം വായിക്കുന്ന ഒരു വാക്യമായിരുന്നു, അല്ലേ? നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക. അതാരോട് പറയുന്നത്? ദാനിയേലിനോട് പറയും, അല്ലേ? ദാനിയേലിനോട് നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു അവസാനം വരും, അല്ലേ? അവസാനം ഉണ്ട്. അന്നേരം അവസാനം വരുന്നതിനിപ്പം നീ പോവോ, നീ മരിച്ചു, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ പോവുകയാണ്, യാത്രയപ്പോൾ, അല്ലേ? ഒരു യാത്രയപ്പാണ്. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക എന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഒരു യാത്രയപ്പാണ്. ഒരാളെ ട്രെയിനെ കയറ്റിവിടുക, അല്ലെ ഫ്ലൈറ്റെ കയറ്റിവിടുക, ഒന്ന് യാത്രയപ്പാണ്. ഇത് മരണം എന്ന് പറഞ്ഞ ഒരു യാത്രയാണ്, അല്ലേ? നീ വിശ്രമിക്കുക. അങ്ങനെ ഈ യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ നീ വിശ്രമിക്കണം, വിശ്രമമുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ യാത്രക്കിടയിൽ ഒരു വിശ്രമമുണ്ട്. നീയോ ദാനിയേലേ അവസാനം വരുമ്പോൾ പറഞ്ഞാൽ ഒരു അവസാനമുണ്ട്, ഭൂമിയുടെ അവസാനമുണ്ട്, അതുവരെ പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ, അന്നേരം വിശ്രമിച്ച ശേഷം ഒരു കാലാവസാനമുണ്ട്, അല്ലേ? അതല്ലേ പറഞ്ഞു, കാല അവസാനമുണ്ട്. നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അതെങ്ങനെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും? നീ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ അങ്ങനെ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വരണമെങ്കിൽ നിനക്ക് ശരീരം വാങ്ങുമല്ലോ. ശരീരമില്ലാതെ എഴുന്നേറ്റ് വരും? ആരെങ്കിലും എഴുന്നേറ്റ് വരും? അതൊക്കെ അത് നാച്ചുറലായിട്ട് ഉറക്കമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പറയുന്നത് നീ വിശ്രമിച്ച് കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ അവർ ശരീരം വേണമല്ലോ, അല്ലേ? ശരീരമില്ലാതെ ഒരു കാരണവശാലും ആരും എഴുന്നേൽക്കുക. ശരീരം വേണം, അവൻ ആരോഗ്യമുള്ള അസ്ഥി വേണം, എല്ലാം വേണം. അവൻ്റെ ശരീരം എന്തായാലും എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണം, അതിൻ്റെ കാഴ്ച വേണം, എല്ലാ അവയവങ്ങളും വേണം. ഇല്ലെങ്കിൽ അവർ എഴുന്നേറ്റ് വരികയില്ല. തളർന്ന് കിടക്കുന്ന ഒരാളോട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നേക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവന് തളർച്ചയാണ്. അവന് ഒന്നി കൈകാല അനക്കത്തിൽ എന്ത് കഴിഞ്ഞു. ഇത് പറഞ്ഞിരിക്കുന്ന നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ഓഹരി എന്ന് പറഞ്ഞൊരു സംഭവമാണ്, അല്ലേ? ഓഹരി എന്ന് പറഞ്ഞൊരു സംഭവം നിനക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിനക്കൊന്നീ കൈ വേണം. ഒരു വസ്തു എനിക്കുണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ഓഹരി ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരു ഓഹരി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് ആധാരം വേണമല്ലോ. അതിന് ആധാരമുണ്ട്, പ്രമാണങ്ങളുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അത് വാങ്ങിക്കാൻ എനിക്ക് കൈ വേണ്ടായി, അല്ലെങ്കിൽ ഒപ്പിട്ട് കൊടുക്കാൻ എനിക്ക് കൈ വേണ്ടായി.
പറഞ്ഞിരിക്കുന്നത് എന്തോ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എഴുന്നേറ്റ് പറഞ്ഞാൽ ഇത് പ്രാപിക്കണ്ട, ഈ ഓഹരി പ്രാപിക്കണ്ടായോ? പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും വരും, അതേ ശരീരത്തിൽ വരും. ശരീരമില്ലെങ്കിൽ അവന് വരാനൊക്കത്തില്ല അല്ലേ? അതാ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്ന ദാനിയേൽ പ്രവചനം 12:13 പറഞ്ഞിരിക്കുന്നത്, നീയോ അവസാനം വരുവോളം പോയിക്കൊള്ളും അല്ലേ? അപ്പം ഒരു പോക്കാണ് ഇത് അല്ലേ? മരണം എന്ന് പറഞ്ഞ ഒരു പോക്കാണ്, തിരിച്ചു വരും അല്ലേ? വിശ്രമിക്കുക, അന്തരം വിശ്രമിച്ച് കാലാവസാനം നിന്റെ ഓഹരി. അപ്പം എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവന് ശരീരം വേണം. ശരീരമില്ല ഒരിക്കലും എഴുന്നേറ്റ് വരാൻ ഒക്കത്തില്ല. ഒരു കാരണവശാലും എഴുന്നേറ്റ് വന്നാൽ മാത്രം പോരാ, ഓഹരി പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നീ തന്നെ വരണം അല്ലേ? ഒരു ഒളിമ്പിക്സിൽ ഓടിയാൽ ഫസ്റ്റ് സ്വർണം കിട്ടിയാൽ, ഇന്ത്യക്ക് ഒരു സ്വർണം കിട്ടിയാൽ, അത് ആർക്കെങ്കിലും കിട്ടിയാൽ ആ വ്യക്തി തന്നെ ചെല്ലണം അല്ലേ? ആ വ്യക്തി, ഓടിയ വ്യക്തി തന്നെ ചെന്ന് സമ്മാനം പ്രൈസ് വാങ്ങിക്കണം. അല്ലാതെ എൻ്റെ മോൻ പോയി വാങ്ങിച്ചു ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ പോയി വാങ്ങിച്ചു ഇല്ല, ആ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ എന്തോ ചെയ്യണം? ഞാൻ തന്നെ പോകണം അല്ലേ? ഞാനാ ജയിച്ചെങ്കിൽ ഞാൻ തന്നെ. അപ്പോൾ ഇവിടെ ഓഹരി പ്രാപിപ്പാൻ ആര് വരണം? ദാനിയേൽ തന്നെ വരണം അല്ലേ? അല്ല വേറെ ആരും വരാൻ, ദാനിയേൽ വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ ഒക്കത്തുള്ളൂ, വരാൻ ഒക്കത്തില്ല. അപ്പം ഓഹരി പ്രാപിപ്പാനായിട്ട് എഴുന്നേറ്റ് വരണം. എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ അവന് ശരീരം വേണം അല്ലേ? അവൻ്റെ ആ ശരീരം തന്നെ ഉണ്ടായിരിക്കണം അല്ലേ? അവനെ എപ്പോഴാണ് അവൻ്റെ ആരോഗ്യമുള്ള സമയത്ത് അവൻ്റെ ശരീരപ്രകൃതി എങ്ങനെയാണോ അതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് ദാനിയേലാന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വേറെ ദാനിയേലിന്റെ രീതികൾ അതെ തീർച്ചയായിട്ടും ഒരിക്കലും വരാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആ രൂപത്തിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രൈസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെന്ന് കഴിഞ്ഞാൽ സമ്മാനം കിട്ടത്തുള്ളൂ അല്ലേ? ആളിനെ കാണണം, ഐഡന്റിഫൈ ചെയ്യണം, ഇതെല്ലാം ഉണ്ടല്ലോ. അല്ല ചുമ്മാ ചെന്ന് അത് ഞാൻ ഓടിയ പ്രൈസാന്ന് പറഞ്ഞാൽ തരത്തില്ല. അപ്പം അവർ ക്യാമറ വഴി എല്ലാം നോക്കും. അത് കഴിഞ്ഞിട്ട് ഓട്ടത്തിന് ഫസ്റ്റ് ആർ അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാലേ കൊടുക്കുന്നുള്ളൂ. അപ്പം ഈ ഓഹരി പ്രാപിപ്പാൻ ദാനിയേൽ എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ദാനിയേൽ തന്നെ വരണം അല്ലേ? ദാനിയേൽ എങ്ങനെ മരിച്ച അവസ്ഥയല്ല അന്നേരം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതവസ്ഥയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അവനെല്ലാത്തിനുമുള്ള കഴിവുണ്ടായിരുന്നല്ലോ അല്ലേ? അത് കഴിഞ്ഞുള്ള രീതികൾ എല്ലാം സ്വാഭാവികമായിട്ട് നമുക്കറിയാം അല്ലേ? പക്ഷെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ ദാനിയേൽ എങ്ങനായിരുന്നു, അതേ യുവത്വമുള്ള ശരീരത്തോടെ ദാനിയേൽ ഉയർത്തുവരും എന്ന് പറഞ്ഞാൽ അതേ ശരീരത്തോടെ ഉയർത്തു വരും. വേറെ രൂപാന്തരപ്പെട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല. രൂപാന്തരപ്പെട്ട് വന്നാൽ നിനക്ക് ഓഹരി കിട്ടത്തില്ല. നിനക്ക് എങ്ങനെ തിരിച്ചറിയാൻ നോക്കും? ഈ ഓഹരി പ്രവചനം പലരും കാണണം. അത് പ്രകാരം നമുക്ക് ന്യായവിധിയുടെ അവസരത്തിൽ നമുക്കത് അതൊരു ക്ലാസ് പോലെ പറയുമ്പോൾ ന്യായവിധിയുടെ അവസരത്തിൽ നമുക്കത് പറയാം. പക്ഷേ ഇത് ഓഹരി പ്രാപിപ്പാൻ വരണമെന്നുണ്ടെങ്കിൽ ദാനിയേൽ തന്നെ വരണം അല്ലേ? ദാനിയേൽ തന്നെ വരാതെ ഒരു കാരണവശാലും ഈ ഓഹരി ദാനിയേലല്ലാതെ വേറെ ഒരാൾക്കും കൊടുക്കാനൊക്കത്തില്ല. അപ്പം ദാനിയേൽ കറക്റ്റായിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ ഓഹരി പ്രാപിക്കാൻ കഴിയുള്ളൂ. അപ്പം ഓഹരി പ്രാപിക്കണം, അവൻ എഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ അതേ ശരീരത്തോടെ അല്ലേ? അദ്ദേഹം എഴുന്നേറ്റ് അതേ ശരീരത്തോടെ, അതേ രൂപത്തിൽ, അതേ സ്വഭാവത്തോടെ തന്നെ ദാനിയേൽ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഓഹരി, അതായത് ദാനിയേൽ ഓഹരി പ്രാപിക്കാൻ കഴിയും. അപ്പം നമ്മൾ പറഞ്ഞ കാരണം, മരിച്ചു കഴിഞ്ഞാലും വീണ്ടും ജീവിതത്തിൽ ഇതേ ശരീരത്തിൽ യുഗായുഗമായി വസിക്കുമെന്ന് നമ്മൾ കാന്തനോടും മണവാളിനോടത്ത് യുഗായുഗമായി, ന്യായവിധിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സംഭവമായി പറയുന്നത്. ന്യായവിധിയൊക്കെ കഴിഞ്ഞിട്ട് ശോഭയുള്ള കിരീടങ്ങളൊക്കെ പ്രാപിച്ച് നിൽക്കുമ്പോൾ ആണ്ട പോകുന്നു ദാനിയേൽ അല്ലേ? ദാനിയേൽ ജീവകിരീടം പ്രാപിച്ചുകൊണ്ട്, അല്ല ഓഹരി പ്രാപിച്ചുകൊണ്ട് ആണ്ട ദാനിയേൽ പോകുന്നു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദാനിയേലല്ല വേറെ ഒരാളും അവിടെ നടക്കത്തില്ല. ഇപ്പോൾ ഇനി ദാനിയേലിനെ എങ്ങനെ തിരിച്ചറിയാം? നമ്മളിനി ബാക്കിയുള്ള ഭാവങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് തിരിച്ച് അറിയാൻ പറ്റും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ലാസർ അല്ലേ? ലാസറും ധനവാൻ. ലാസറിനെ കറക്റ്റ് ധനവാൻ തിരിച്ചറിഞ്ഞു അല്ലേ? ധനവാൻ അബ്രഹാമിനെ തിരിച്ചറിഞ്ഞു അല്ലേ? അപ്പോൾ ഇവരെല്ലാം 3 പേരും മരിച്ചതാണേ. 3 പേരും പല കാലഘട്ടത്തിലാണ് മരിച്ചത്. അബ്രഹാം വളരെ കാലം മുമ്പേ മരിച്ചതാണ്. ലാസറും ധനവാനും ഏകദേശം അടുപ്പിച്ചടുപ്പിച്ച് മരിച്ചു. അവൻ്റെ പഠിപ്പെടുക്കെല്ലാം അവനെ നല്ലപോലെ അറിയാം. പക്ഷെങ്കിൽ അബ്രഹാമിനെയും ധനവാൻ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവനെല്ലാ അവയവങ്ങളുമുണ്ട്, ശരീരമുണ്ട്, എല്ലാ അവയവങ്ങളുമുണ്ട് അല്ലേ? അതേപോലെ കണ്ടു കഴിഞ്ഞാലല്ലേ ലാസറിനെ അവന് തിരിച്ചറിയാൻ ഒക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിയാൻ നോക്കും. ധനവാന് ലാസറാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ നോക്കും? അപ്പോൾ ഒന്ന്, അവൻ്റെ അതേ ശരീരത്തിൽ തന്നെയാണ്
വീണ്ടും അവൻ ജീവിക്കും. ന്യായവിധി കഴിഞ്ഞ് ജീവിക്കുന്ന, ന്യായവിധി കഴിഞ്ഞ് കിരീടം പ്രാപിച്ചുകൊണ്ടുള്ളൊരു സംഭവം അതിന് പറയുന്നത്. അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവനൊരു കിരീടം പ്രാപിച്ചുകൊണ്ടാണ് അബ്രഹാമിൻ്റെ മടിയിൽ ഇരിക്കുന്നത്. ഒരു കിരീടവും കിട്ടാത്തവനെ ഈ യാതനാ സ്ഥലത്ത് കിടക്കുന്നത്, അല്ലേ? യാതനാ സ്ഥലത്ത് കിടക്കുന്ന ഒരു കിരീടവും കിട്ടാത്തവനെ യാതന അനുഭവിക്കുന്നത്. അഗ്നിയിൽ കിടക്കുന്നത് ആരാ? യാതന അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നത് ധനവാനാണ്. അപ്പം ഒരു കിരീടവും അവൻ കിട്ടിയിട്ടില്ല, ഒരു ഓഹരി പോലും അവന് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ചിന്തിക്കണ്ടേ? പിന്നെ നമ്മൾ ചിന്തിച്ച ആദാമും ഹവ്വായി, അല്ലേ? ആദാമും ഹവ്വായി സൃഷ്ടിച്ചു വന്നപ്പോൾ കാര്യങ്ങൾ എല്ലാം ചെയ്ത് അവരെ ഏതും തോട്ടത്തിലേക്ക്, ഇപ്പം അവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ഒരു കാര്യമുണ്ട്, ഇവരെ ഏതും തോട്ടത്തിലേക്ക് വീണ്ടും ആക്കണം. ആ ഒരു പ്രോസസ്സിങ് ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? ഏതും തോട്ടത്തിലേക്ക് വീണ്ടും അവർ വരുന്നത് ഇടവരുന്നൊരു കാര്യമാണ് ഇന്ന് ചിന്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റില് ദാനിയലിനെ കുറിച്ച് പറഞ്ഞത് ഈ കാലാവസാനത്തേക്ക് ഓഹരി ഉണ്ടാകുവാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ ശരീരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ മരിച്ചു കഴിഞ്ഞാലും ഇതേ ശരീരത്തിൽ നമുക്ക് വീണ്ടും കാണാം, അല്ലേ? ആ ഒരു പ്രത്യാശയല്ലേ? പ്രത്യാശ മാത്രമല്ല, ഇത് നടക്കുന്ന സംഭവം, ചരിത്ര സംഭവം. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ധനവാന്റെയും ലാസറിന്റെയും യേശു മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഈ ശരീരത്തിൽ തന്നെ തിരിച്ചു വന്നു. അത് നമുക്ക് പുറകാലം ചിന്തിക്കാം. യേശു ഇതേ ശരീരത്തിൽ തന്നെ ജീവിച്ചത്, അല്ലേ? അത് നമുക്ക് അതെ, അത് നമുക്ക് പുറകാലം ചിന്തിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഏകദേശം വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ പറഞ്ഞത്, നീയോ കാലാവസാനത്തിൻ്റെ നിന്റെ ഓഹരി പ്രാപിക്കുക, വിശ്രമിച്ച് കാലാവസാനം. അന്നേരം ഒരു വിശ്രമമുണ്ട്, പോവുക. നിന്നെ ഒരു യാത്രയെ കൊണ്ട്, യാത്രയിൽ കഴിഞ്ഞ് വിശ്രമമുണ്ട്, വിശ്രമം കഴിഞ്ഞിട്ട് ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരണമെങ്കിൽ നിന്റെ ശരീരത്തോട് ഉൾപ്പെടെ എഴുന്നേറ്റ് വരണം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യം, മരിച്ചു കഴിഞ്ഞാലും ഇതേ ശരീരത്തിൽ വീണ്ടും ഇതേ ശരീരത്തിൽ തന്നെയാണ്, അല്ലേ? വേറൊരു ശരീരത്തിലല്ല. നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു ആ ശരീരത്തോടു കൂടെ തിരിച്ചു അറിയണം. ഈ ശരീരം ഇല്ലെങ്കിൽ തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു ചിത്രശലഭം പുഴുവായിരുന്നു, അത് കുറച്ച് നാൾ സമാധി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ശലഭമായിട്ട് പോകുമ്പോൾ പിന്നെ അത് പറഞ്ഞ് പുഴുവായിരുന്നു പറഞ്ഞാൽ നടക്കൂ? ഇല്ല. അപ്പോൾ നീ എങ്ങനെയായിരുന്നു? പഴയ അവസ്ഥയിൽ തന്നെ നിന്നെ കണ്ടു കഴിഞ്ഞാലേ തിരിച്ച്, ഞാൻ എങ്ങനെയായിരുന്നു മരിച്ചു കഴിഞ്ഞാലും എന്നെ കാണുമെന്നുണ്ടെങ്കിൽ പഴയ അവസ്ഥ കണ്ടു കഴിഞ്ഞാലേ അത് ബിനുവാണെന്ന് പറയാനൊക്കെ പറ്റും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാലും ഇതേ ശരീരത്തിൽ ജീവിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തരുന്നൊരു വചനം കൂടാണ് ദാനിയേൽ 12:13. അപ്പോൾ ഇന്ന് ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള ഭാഗങ്ങൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.